ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പുതിയതായി സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ ഈ ചാനൽ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത് ചെറിയ ഹെൽത്ത് കെയർ ടിപ്സ് ഡിസ്കസ് ചെയ്യാനും പിന്നെ ചെറിയ ഡാൻസ് വീഡിയോസ് ഷെയർ ചെയ്യാനും ട്രാവൽ ബ്ലോഗ്സ്, ബ്യൂട്ടി ബ്ലോഗ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഡയബറ്റീസിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മളത് കോൺഷ്യസ് ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ടോട്ടൽ കേരള പോപ്പുലേഷൻ എടുത്ത് നോക്കിയാൽ തന്നെ എബവ് 50% ആൾക്കാരും ഡയബറ്റിക് പേഷ്യൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഡയബറ്റിക്സ് ഉണ്ടാവുന്നത്? നമ്മളെ ബോഡിയിൽ ആവശ്യത്തിനനുസരിച്ച് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തപ്പോഴാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡയബറ്റീസ് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. അപ്പോൾ നോർമലി ഒരു ഡയബറ്റിക് പേഷ്യൻസ് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇൻസുലിൻ്റെ ഒരു സൈഡ് എഫക്റ്റിനെ പറ്റി നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അത് എല്ലാ ആൾക്കാരിലും ഇല്ല. സൊമോഗി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ബോഡിയിൽ കാണിക്കുന്ന ആൾക്കാരിൽ മാത്രമേ ഈ റീബൗണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്റ്റ് ഇൻസുലിൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നോർമലി ഒരു ഹൈപ്പോഗ്ലൈസീമിക് ആയ പേഷ്യൻറ്റ്, ഹൈപ്പോഗ്ലൈസീമിക് ഇൻ ദ സെൻസ്, ഹൈപ്പോഗ്ലൈസീമിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഹൈപ്പോഗ്ലൈസീമിക് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റ് എന്തായാലും ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യും. ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇപ്പം ലാർജ് എമൗണ്ട് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ബോഡിയിലൊരു സിമ്പതറ്റിക് റിലീസ് ഉണ്ടാവും. ഏതിൻ്റെ സിമ്പതറ്റിക് റിലീസ്? എപ്പിൻഫ്രിൻ്റെ റിലീസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് എപ്പിൻഫ്രിൻ, നോറെപ്പിൻഫ്രിൻ? ഇവർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. നോർമലി ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആയിക്കഴിഞ്ഞാൽ അത് ഉയർത്തി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് എപ്പിൻഫ്രിനും നോറെപ്പിൻഫ്രിനും. ഇവർ നേരെ ലിവറിലേക്ക് പോകും. ലിവറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹൈപ്പോഗ്ലൈസീമിയ ഹൈപ്പർ ഗ്ലൈസീമിയ ആയിട്ട് മാറും. ഹൈപ്പർ ഗ്ലൈസീമിയ ഇൻ ദ സെൻസ് ഇൻക്രീസ് ലെവൽ ഓഫ് ബ്ലഡ് ഷുഗർ ലെവൽ. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്? റീബൗണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അപ്പം നൈറ്റിൽ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ നൈറ്റിൽ തന്നെ റീബൗണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കാതെ പോകും. കാരണം ഈ സെമോഗി എഫക്റ്റ് ഉള്ള ആൾക്കാരിൽ റീബൗണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ അത് മോർണിംഗിലാവുമ്പം, രാത്രി ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായ ആൾക്കാരിൽ മോർണിംഗിലാവുമ്പം ഹൈപ്പർ ഗ്ലൈസീമിയ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് സമോഗി എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സമോഗി എഫക്റ്റ് എല്ലാവരിലും കാണൂല, ചില ആൾക്കാരിൽ സമോഗി എഫക്റ്റ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻസുലിൻ ലാർജ് എമൗണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കുന്ന കേസിലാണ് ഈ റീബൗണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ലോ ബ്ലഡ് ഷുഗർ ലെവൽ അഥവാ ഹൈപ്പോഗ്ലൈസീമിയ നോർമൽ ലെവലിൽ എത്തുന്നതിന് പകരം ഇതൊരു ഹൈപ്പർ ഗ്ലൈസീമിയ ആയിട്ട് മാറുകയാണ്. അപ്പോൾ എല്ലാവരിലും ഈ ഒരു എഫക്റ്റ് കണ്ടുവരില്ല, ചില ആൾക്കാരിൽ ഈ ഒരു എഫക്റ്റ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഇൻസുലിൻ്റെ കൊടുക്കുന്ന അളവ് കുറക്കണം. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.